ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു മുട്ട അവിയലാണ്. അപ്പം മുട്ട അവിയൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ഈസിയാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ട. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമ്മൾ പച്ചക്കറി വെച്ചുണ്ടാക്കുന്ന അവിയലിൻ്റെ അത്രയും മെനക്കേടില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അവിയലാണ് മുട്ട അവിയൽ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിലേക്ക് 2 മുരിങ്ങയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 വലിയ മുരിങ്ങയ്ക്ക. അപ്പോൾ അതൊന്ന് ചീവി നമുക്കെടുക്കാം. വലിയ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ മുട്ട അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ പ്രധാന സാധനം മുരിങ്ങയ്ക്കയാണ്. അപ്പം മുട്ട വേവിക്കണം. മുട്ട വേവിക്കാൻ വെക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് കാണിക്കാത്തത്. നമുക്കിതൊന്ന് ചീകി എടുക്കാം. ചീകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കഴിവതും ഒരേ നീളത്തിൽ മുറിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ? ഇത് ഞാൻ മുരിങ്ങയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പിഞ്ച് മുരിങ്ങയ്ക്കയാണ്, അതുകൊണ്ട് ഞാൻ 2ആയിട്ട് പിളർക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിളർന്നിടാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് എടുക്കണം, ഒരു മീഡിയം സൈസ്. അതിനെ നമ്മൾ നീളത്തിലരിയാം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ആക്കുക. നമ്മുടെ മുരിങ്ങക്കോൽ എങ്ങനെയാണ് നമ്മൾ എടുത്തത് അത്രയും തന്നെ നീളത്തിലെടുക്കുക. അരിഞ്ഞ് പുറത്ത് വെച്ചേക്കരുത്. അന്നേരം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ടിട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു സവോള നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് അരിയാനുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ കാണിച്ചു. അപ്പോൾ നമ്മുടെ മുട്ട അവിയലിലേക്ക് വേണ്ട സാധനങ്ങൾ, അരിയാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം: 2 മുരിങ്ങയ്ക്ക, ഒരു ഉരുളൻകിഴങ്ങ് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു 1.5 തക്കാളിയോളം അരിഞ്ഞത്. 1.5 തക്കാളി എന്ന് പറയുന്നത് വളരെ ചെറിയ തക്കാളിയാണ്. നമുക്കിതിനകത്ത് ഒരു അല്പം പുളി വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അവിയൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളുള്ള പരിപാടിയായത്. അധികം മെനക്കേടൊന്നുമില്ല. നമ്മൾ മുട്ട ഒന്ന് വേവിച്ച് വെക്കണമെന്ന് മാത്രം. പിന്നെ നമ്മുടെ കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കിഴങ്ങ് മതി, ഒന്നിലധികം കിഴങ്ങ് എടുക്കണ്ട. ഇത് രണ്ടും കൂടെ ഒന്ന് വേകാൻ വെക്കണം. ഇതിനകത്ത് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ചിട്ട് ചേർത്താലും കുഴപ്പമില്ല, ഒന്നിച്ച് ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് മാത്രം. നമുക്കിതൊന്ന് വേകാൻ വെച്ച് കൊടുക്കാം. അതായത് കഷ്ണത്തിൻ്റെ താഴെ നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം വന്ന് നിൽക്കാൻ പാടില്ല, അതിന് താഴെ നിൽക്കണം. കാരണം നമ്മൾ അവിയലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം അതിനില്ല. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കഷ്ണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഉപ്പിട്ട ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അവിയലിന് എപ്പോഴും തേങ്ങയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ചെറുതാണെന്നും പറഞ്ഞ് നിങ്ങളങ്ങനെ എരിവില്ലെന്നൊന്നും വിചാരിക്കണ്ട. നല്ല എരിവുള്ള 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. നമ്മൾ അവിയലിന് പെരിഞ്ജീരകം ചേർക്കത്തില്ല, എന്നിരുന്നാലും ഇത് മുട്ടയായതുകൊണ്ട് നമുക്ക് പെരിഞ്ജീരകം ചേർക്കണം. വെളുത്തുള്ളി ഒരിക്കലും അവിയലിൻ്റെ കൂടെ അരയ്ക്കാം, അവിയലിൻ്റെ തേങ്ങ അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല. കാരണം വെളുത്തുള്ളിയും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുഴയുടെ ചുവയായിരിക്കും വരിക. നമ്മൾ കുഴകറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും. അത് കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് വെളുത്തുള്ളിയെ ഒഴിവാക്കണം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്വല്പം മാത്രം മുളക് പൊടി. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ കഷ്ണം പകുതി വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ നമ്മുടെ അരപ്പ് ഒന്ന് ചതഞ്ഞ് കിട്ടാവുള്ളൂ. നമുക്കിത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം മാത്രം മതി. പോരാന്നുണ്ടെങ്കിൽ അഥവാ വെള്ളം വറ്റിപ്പോയാൽ മാത്രം ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കരുത്, അടിക്ക് പിടിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറും. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പിളർന്ന് ചേർക്കാം, അതല്ലെങ്കിൽ 4 പിളർന്ന് ചേർക്കാം. ഞാനിവിടെ 4 പിളർന്നാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറി ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നടുക്കൊരു കുഴി ഉണ്ടാക്കണം. കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കണം. മഞ്ഞക്കരിയൊക്കെ ചിലപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ അരപ്പിൻ്റെ ചുവയൊക്കെ മാറിയത് കാരണം ഇനി ഇതിനകത്തൊന്നും വേകാനില്ല. എന്നാലും നമ്മുടെ മുട്ട ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ആവി വന്നോട്ടെ. ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം വെള്ളം, അതായത് നമ്മുടെ വെള്ളം എല്ലാം അതിനകത്ത് പറ്റിക്കഴിഞ്ഞു, ഒരു സ്വല്പം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ. ഇനി നമ്മുടെ മുട്ടയ്ക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടിയുന്നേ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അവിയലിന് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തോരം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം കറിവേപ്പില ചേർത്തു. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് നമ്മുടെ അവിയലിനെ അവിയലാക്കി തരുന്ന സാധനം. അവിടെ പിന്നെ കറിവേപ്പിലയുടെ കാര്യത്തിൽ ഒരു പിശുക്ക് നമുക്ക് കാണിക്കണ്ട. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം.
ഇനി ഇതിനകത്ത് വേറെ പരിപാടി ഒന്നും തന്നെ ഇല്ല. കണ്ടോ, നല്ല മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളിട്ട് ഒന്നും വേണ്ട. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. കണ്ട അവിയലിൻ്റെ ആ ഒരു സ്മെല്ല്, ആഹാ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം സബ്സ്ക്രൈബും ചെയ്തേക്കണം. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.